ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 23. ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗസഞ്ചിതം സനിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണ ചേതസാ. ദുഃഖം അല്പം പോലും സ്പർശിക്കാത്തതായ യോഗം എന്നറിയുക. അനുഭവ രൂപമായ ആ യോഗം ലക്ഷ്യബോധത്തോടെ സ്ഥിര ഉത്സാഹ ചിത്തനായി അഭ്യസിക്കണം. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. മനസ്സ് ആത്മാവിൽ ചെന്ന് യോജിക്കുന്നതാണ് യോഗം. മനസ്സിന് ആത്മയോഗമുണ്ടാകുന്നതോടെ ദുഃഖത്തിന്റെ ഉറവിടം എന്നേക്കുമായി വിട്ടകലുന്നു. ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാനമാണ് ദുഃഖത്തിന് ഉറവിടം. ആനന്ദ സ്വരൂപമായ ആത്മാവ് തെളിയുന്നതോടെ അജ്ഞാനം വിട്ടകലുന്നു. വ്യക്തമായ ലക്ഷ്യബോധമാണ് നിശ്ചയം. നിശ്ചയമുള്ള ആൾക്കേ യോഗം പ്രാപിക്കാൻ പറ്റൂ. ലക്ഷ്യത്തെക്കുറിച്ച് അറിവില്ലാത്തയാൾ എങ്ങനെയാണ് അതിൽ എത്തിച്ചേരുക? ഒന്നിലും മടുക്കാത്ത മനസ്സാണ് അനിർവിണ്ണ ചേതസ്. ശുദ്ധമായ ദേശം തിരയണം. ആസന സ്ഥിരത നേടണം. ആഹാര വിഹാരങ്ങളിലെല്ലാം ക്രമം പാലിക്കണം. കൃത്യസമയത്ത് ഉറങ്ങണം. കൃത്യസമയത്ത് ഉണരണം. ഇതൊക്കെ പ്രയാസമെന്ന് കരുതുന്നയാൾക്ക് യോഗ പരിശീലനം എളുപ്പമാകയില്ല. ഇനി ഇതൊക്കെ നേടി പരിശീലിച്ചാൽ തന്നെ പെട്ടെന്നൊന്നും മനസ്സ് വഴങ്ങുകയില്ല. ഇതിലൊക്കെ നിരാശയോ അലസതയോ വന്നു ചേരാതെ ദൃഢനിശ്ചയത്തോടെ യോഗ വിഘ്നങ്ങളെ തരണം ചെയ്യാൻ കഴിവുള്ള ആൾക്കു മാത്രമേ പൂർണമായ യോഗം കൈവരൂ. സദാ സർവത്ര മനസ്സ് വസ്തുബോധം പരിശീലിക്കുമെങ്കിൽ യോഗ വിഘ്നങ്ങളെ എളുപ്പം കടക്കാൻ കഴിയും. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.